ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമുക്ക് ഒരു കസ്റ്റമർ കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്നതിനെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാറുള്ളതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കസ്റ്റമർ കംപ്ലൈന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമർ കംപ്ലൈന്റ് എല്ലാ സമയത്തും ഉള്ള കംപ്ലൈന്റ് ആണോ, ഇടയ്ക്കിടയ്ക്ക് മാത്രം വരുന്ന ഇന്റർമീഡിയന്റ് ആയിട്ടുള്ള കൺസേൺ ആണോ, ഏത് തരം റോഡിലൂടെ ഏത് സ്പീഡിൽ ഏത് ഗിയറിലോ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ലോഡ് കണ്ടീഷനിൽ പോകുന്ന സമയത്ത് ആണ് ഇത്തരം കംപ്ലൈന്റുകൾ വരുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ്. കാരണം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രോബ്ലം വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും അതല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാനും ആ കംപ്ലൈന്റ് തീർത്തതിന് ശേഷം ആ പ്രോബ്ലം പിന്നെയും വരുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താനുമായിട്ട് സഹായിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ഈ പ്രോബ്ലം വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിപ്പയർ ചെയ്തതിന് ശേഷമാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വന്നതിന് ശേഷമാണോ, അതോ പെട്ടെന്ന് ഒരു ദിവസം വന്ന കംപ്ലൈന്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാം. മൂന്നാം, വാഹനത്തിന്റെ സർവീസ് ഹിസ്റ്ററിയെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ആ വാഹനത്തിന് എന്തൊക്കെ വർക്കുകളാണ് ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ പാർട്സാണ് മുമ്പ് മാറിയിട്ടുള്ളത്, അതല്ലെങ്കിൽ ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈന്റ് ലാസ്റ്റ് വിസിറ്റിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ, അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ഡയഗ്നോസിസോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത്. നാലാം, വാഹനത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് കോമ്പോണൻസ് അതല്ലെങ്കിൽ ആക്സസറീസ് തുടങ്ങിയ കാര്യങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അഞ്ചാമത്, ആ കസ്റ്റമറുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ മനസ്സിലാക്കുക. ഡ്രൈവിംഗ് കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത് വാഹനം ഏത് തരത്തിലുള്ള റോഡിലൂടെയാണ്, നോർമലി എത്ര കിലോമീറ്റർ ആണ് ഒരു ദിവസം ഓടിക്കുന്നത്, അല്ലെങ്കിൽ എത്ര സ്പീഡാണ് ആവറേജ് സ്പീഡായിട്ട് ഓടിക്കുന്നത്, അതുപോലെ തന്നെ എത്ര നേരം ഐഡിൽ കിടക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറെ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത് നമുക്ക് ഡയഗ്നോസിസ് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സഹായിക്കും. ഒപ്പം തന്നെ കസ്റ്റമർ കംപ്ലൈന്റ് ചിലപ്പോൾ ഒന്നാണെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ കുറെ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അതായത് കസ്റ്റമർ കംപ്ലൈന്റ് ഒരു കാര്യം, പക്ഷെ അതിനുമായി ബന്ധപ്പെട്ട വേറെ കുറെ കംപ്ലൈന്റ്സും കസ്റ്റമർ നോട്ടീസ് ചെയ്യാതിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനാണ് നമ്മൾ സിംറ്റം എന്ന് പറയാം, സിംറ്റം കളക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഈ പ്രോബ്ലത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതല്ലെങ്കിൽ ഡയഗ്നോസിസിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാനോ, അതല്ലെങ്കിൽ നമ്മൾക്ക് തീർക്കാൻ പറ്റാത്തൊരു കംപ്ലൈന്റ് ആണ്, നമ്മൾക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് തീർക്കാൻ പറ്റും, മറ്റൊരാളോട് പറയുന്ന സമയത്ത് ഈ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അയാൾക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കും. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു എന്നിട്ടും കംപ്ലൈന്റ് പോകുന്നില്ലെങ്കിൽ അത് കേൾക്കുന്ന മറ്റൊരാൾക്ക് അതൊരു ചലഞ്ചായിട്ട് തോന്നുകയും അദ്ദേഹത്തിന്റെ കൂടി സഹായത്തോടുകൂടി നമുക്കിത് ഹെൽപ്പ് ചെയ്യാൻ, നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ പ്രോബ്ലം നമ്മൾ ഒരു മാനുഫാക്ചറേക്കാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആവശ്യമായ ഇത്തരം കാര്യങ്ങളെ ഒരുമിച്ച് ഒറ്റ ഇൻഫർമേഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും പുതുതായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് അറിയാമെങ്കിൽ അവർ നമ്മളോട് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും. അതല്ല നമ്മളൊന്നും ചെക്ക് ചെയ്യാതാണ്, ഒരു എഞ്ചിൻ മിസ് ഫയറിംഗ് ഉണ്ട്, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല, കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതേസമയം നമ്മൾ എഞ്ചിൻ മിസ്ഫയറിംഗ് ഉണ്ട്, അതിനാവശ്യമായ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഇത് പറയുന്നതെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റുള്ളവർക്കൊരു മനസ്സുണ്ടാവും. ഇനി ഈ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാന്നതിനെ കുറിച്ചുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇതിപ്പോ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാ കംപ്ലൈന്റുകളും ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്നോ അതല്ല എല്ലാ കംപ്ലൈന്റുകളും ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ഇത്തരം ക്വസ്റ്റിനിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ചധികം ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ പ്രോസസ് ഓഫ് എലിമിനേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ വന്നൊരു മെസ്സേജാണ് ഒരു സുഹൃത്ത് നമ്മോട് ചോദിക്കേണ്ടായി. അദ്ദേഹത്തിന്റെ വാഹനം 2010 ഹുണ്ടായി മോഡലാണ്. പക്ഷെ ഹുണ്ടായിൽ എനിക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല. അദ്ദേഹത്തിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗിന്റെ വാർണിംഗ് ലൈറ്റ് കത്തിക്കെടുക്കുന്നു. ഇത് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് ഈ റിപ്പയർ ഒരുപാട് പൈസ വരും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കംപ്ലൈന്റ് നമുക്ക് മനസ്സിലായി, പവർ സ്റ്റിയറിംഗിനകത്ത് വാണിലമ്പുണ്ട്, പവർ സ്റ്റിയറിംഗിനകത്ത് എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് വാണിലമ്പ് വന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പവർ സ്റ്റിയറിംഗ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ടൈറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, പവർ സ്റ്റിയറിംഗുമായി ബന്ധപ്പെട്ട പവർ സ്റ്റിയറിംഗിന്റെ ഫ്യൂസ് ആണെങ്കിലും അതിന്റെ മോട്ടർ ആണെങ്കിലും അതിന്റെ സെൻസറുകളാണെങ്കിലും എല്ലാം ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പറയാം പ്രോസസ് ഓഫ് എലിമിനേഷൻ. കാരണം എന്താണ്, ഈ ഒറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, പവർ സ്റ്റിയറിംഗിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വാണിംഗ് ലൈറ്റ് വന്നത്, അപ്പൊ നമുക്ക് അതിന്റെ റൂട്ട് കോസിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വീൽ അലൈൻമെന്റ്, സസ്പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വർക്കുകളോ, വീൽ അലൈൻമെന്റ്, അതല്ലെങ്കിൽ ടയറുമായി ബന്ധപ്പെട്ട ടയർ അഴിക്കുകയോ ഫിറ്റ് ചെയ്യുകയോ ടയർ റീപ്ലേസ് ചെയ്യുകയോ തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിച്ചു.
അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു വർക്കുകളും ചെയ്തിട്ടില്ല എന്ന് പറയും. കാരണം നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളതുകൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് വേണമെങ്കിലും പോകുന്നു. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ബാറ്ററി മാറുകയോ ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ, 6 ദിവസങ്ങൾക്ക് മുമ്പ് ബാറ്ററി മാറിയിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്കൊരു ക്ലൂ കിട്ടി. കാരണം ബാറ്ററി അഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുന്നെങ്കിൽ എന്താണ്, സ്റ്റിയറിംഗ് ആംഗിൾ സെൻസറിന്റെ കാലിബ്രേഷൻ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കാലിബ്രേഷൻ അവർ കൃത്യമായിട്ട് റീസെറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ കാലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ വേണമെല്ലാം ഉറപ്പായിട്ടും വരാം. എന്നാൽ ഈ കേസിൽ എന്താണ്, പവർ സ്റ്റിയറിംഗ് കൃത്യമായിട്ട് വർക്ക് ചെയ്യും ചെയ്യും. അപ്പൊ നമ്മുടെ സിംറ്റം നമ്മൾ ഈ ചോദിച്ച 4 ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ കംപ്ലൈന്റ് ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു നേരെ ആ വർക്ക്ഷോപ്പിൽ പോയിട്ട്, സ്കാൻ ടൂൾ വർക്ക്ഷോപ്പിൽ അവിടെ പോയിട്ട് പറയാ ബാറ്ററി മാറിയിട്ടുണ്ടായിരുന്നു, ഇതിന്റെ സ്റ്റിയറിംഗ് ആംഗിൾ സെൻസർ കാലിബ്രേഷൻ ഒന്ന് ചെയ്തു തരാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പോയിട്ട് പിറ്റേ ദിവസം തന്നെ പോയിട്ട് സ്റ്റിയറിംഗ് ആംഗിൾ സെൻസർ കാലിബ്രേഷൻ ചെയ്തു. എന്നിട്ട് അത് പറഞ്ഞു പ്രോബ്ലം എല്ലാം സോൾവ് ആയി പറഞ്ഞു. അപ്പം ഈ 4 ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മൾ വണ്ടി ഇൻസ്പെക്ട് ചെയ്യുക പോലും ചെയ്യാതെ തന്നെ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ കേസുകളിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നല്ല, പക്ഷെ നമുക്ക് എങ്ങനെ ഒരു പ്രോബ്ലത്തിലേക്ക് എത്തിച്ചേരാൻ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് സഹായിക്കുമെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ രീതിയിൽ നമ്മൾ ഒരു പ്രോബ്ലത്തെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഡയഗ്നോസിസ് ചെയ്യാനും അല്ലെങ്കിൽ ഡയഗ്നോസിനെ സിംപ്ലിഫൈ ചെയ്യാനും മറ്റൊരാൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാനൊക്കെ സഹായിക്കും. അപ്പം ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്നത് നാളെ നമ്മൾ ടെക്നീഷ്യൻ ലെവലിൽ നിന്ന് മറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ടീം ലീഡർ ആവുകയോ സൂപ്പർവൈസർ ആവുകയോ ടെക്നിക്കൽ അഡ്വൈസറോ ടെക്നിക്കൽ മാനേജറോ ആഫ്റ്റർ സെയിൽസ് മാനേജറോ ഒക്കെ ആവുന്ന സമയത്ത് ഇത്തരം പ്രോബ്ലം വരുമ്പോൾ നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും നമുക്ക് മനസ്സിലാക്കുന്നതിനും ഒക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് ഒരു പ്രോബ്ലം എങ്ങനെ അനലൈസ് ചെയ്യാം അല്ലെങ്കിൽ പ്രോബ്ലം എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.